നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വേറെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എഴുതിക്കോളൂ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഞാൻ ആദ്യം പറയാം എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന്. Suppose a random variable x is said to follow an exponential distribution with parameter theta. Theta നിങ്ങൾ കേട്ടിട്ടില്ലേ? തീറ്റ എന്നുള്ള സിമ്പല് കേട്ടിട്ടില്ലേ? A random variable x is said to have an exponential distribution with parameter theta if its probability density function is given by f of x is equal to theta times e raised to minus theta x, where x greater than or equal to 0, theta greater than 0 and 0 elsewhere. അതായത് ഒരു റാൻഡം വേരിയബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? It can be expressed as f of x is equal to theta into e raised to minus theta x, where x is greater than or equal to 0 and theta greater than 0 and 0 elsewhere. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. തീറ്റ എപ്പോഴും പോസിറ്റീവ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്. ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഓൺലി പാരാമീറ്റർ എന്ന് പറയുന്നത് തീറ്റയാണ്. കാരണം തീറ്റ മാത്രമേ നമുക്ക് ആ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ അൺനോൺ ആയിട്ടുള്ളൂ. തീറ്റയുടെ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് കംപ്ലീറ്റ്ലി നോൺ ആവും. സോ തീറ്റ ഈസ് നോൺ ആസ് ദ പാരാമീറ്റർ ഓഫ് exponential distribution. So a random variable is said to have an exponential distribution if its probability density function is given by f of x is equal to theta times e raised to minus theta x, where x varies from 0 to infinity and theta is greater than 0. Okay, എഴുതിക്കോളൂ ഡെഫിനേഷൻ ആയിട്ട്. A random variable x, a random variable x is said to have an exponential distribution. A random variable x is said to have an exponential distribution with parameter theta greater than 0, theta greater than 0, if its probability density function is given by f of x is equal to theta into e raised to minus theta x. F of x is equal to theta into e raised to minus theta x, where x greater than or equal to 0 and theta greater than 0 and 0 elsewhere. എഴുതിയോ? താഴെ എഴുതുക. Here theta is known as the parameter of exponential distribution. Theta is known as the parameter of exponential distribution. നേരെ താഴെ എഴുതുക properties of exponential distribution. Properties of exponential distribution. ആദ്യത്തെ cumulative distribution function. First property, cumulative distribution function.
we know that capital F of x is equal to probability that capital X less than or equal to small x, which is equal to integral minus infinity to x f of x dx. ഇവിടെ ശ്രദ്ധിക്കുക, ഇനി എഴുതണ്ട. Cumulative distribution function, by definition we know that it is capital F of x is equal to probability that capital X less than or equal to small x. അതിനെ നമുക്ക് in general we can write it as integral minus infinity to x f of x dx. അല്ലേ? ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഴുതണ്ട, അവിടെ ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to x f of x dx. അതിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം നമ്മുടെ ഫംഗ്ഷൻ 0 മുതൽ ഇൻഫിനിറ്റി വരെ മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ. ബാക്കി എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള എഫ് ഓഫ് എക്സ് ഈസ് 0. ഇനി അടുത്തത് ഇന്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് എന്താ? തീറ്റ ടൈംസ് ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. തീറ്റനെ നമ്മൾ പുറത്തു നിർത്തി ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് ബൈ മൈനസ് തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to x. അപ്പൊ ഈ തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി. സോ മൈനസ് ഓഫ് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് എക്സ് തന്നെ കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് തന്നെ വരും. പിന്നെ എക്സിന് 0 കൊടുത്താൽ ഇ റൈസ് ടു 0 ഈസ് 1 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ്. അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് when x greater than 0 and 0 elsewhere. ക്ലിയർ ആയോ? അപ്പൊ എഴുതും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഇതുവരെ എഴുതി. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ് equal to 0 plus integral 0 to x theta e raised to minus theta x dx. then integrate ചെയ്യുക. എന്നിട്ട് ഫൈനൽ എഫ് ഓഫ് എക്സ് ഈ ഫോമിൽ എഴുതുക. moment generating function MGF. ഇവിടെ ശ്രദ്ധിക്കുക, MGF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം we know that mx of t equal to expected value of e raised to dx. This is equal to integral over x e raised to dx into f of x dx. അല്ലേ? ഈക്വൽ ടു നമ്മുടെ എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളൂ. സോ 0 to infinity e raised to dx into f of x is theta e raised to minus theta x dx. തീറ്റ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് നിർത്താം. ബാക്കി എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity e raised to dx into e raised to minus theta x dx. അല്ലേ? ഇനി അഗൈൻ തീറ്റ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈക്വൽ ടു ഇന്റഗ്രൽ തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സിനെ കോമൺ എടുക്കും. ഈയുടെ പവറിൽ രണ്ടിലും എക്സ് ഉണ്ട്. സോ എക്സിന് മൈനസ് എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് എക്സിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ വരിക? ഇ റേസ് ടു മൈനസ് എക്സ് പുറത്തെടുത്താൽ തീറ്റ മൈനസ് ടി ഡി എക്സ് അല്ലേ? അപ്പൊ കറക്റ്റ് തന്നെയല്ലേ? ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഇ റേസ് ടു പ്ലസ് ടി എക്സ് അതന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഒരു മൈനസ് എക്സിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി തീറ്റ മൈനസ് ടീനെ നമുക്ക് കിട്ടുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു തീറ്റ മൈനസ് ടി ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി വിത്തിൻ ദ ലിമിറ്റ് 0 to infinity. That is minus theta by theta minus t into ആദ്യം ഇൻഫിനിറ്റി കൊടുക്കണം. എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ e raised to minus infinity is 0. ഇത് 0 എന്നായി ഫസ്റ്റ് ടേം.
then x ൽ 0 ഇട്ട് കൊടുത്താൽ e raised to 0 is 1. സോ നമ്മുടെ mx t എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? mx of t equal to ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പോസിറ്റീവ് ആയി തീറ്റ ബൈ തീറ്റ മൈനസ് ടി എന്ന് കിട്ടി അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? തീറ്റ മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1 എഴുതാം അല്ലേ? തിരിച്ചെഴുതിക്കൂടെ? തീറ്റ മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1 നമുക്ക് തീറ്റ ബൈ ടി മൈനസ് ടി എന്ന് എഴുതാം. ഒരു തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിതിനെ 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. ഇതാണ് എം എക്സ് ടി. ഇതുവരെ എഴുതി നിർത്തിയാലും മതി കേട്ടാ, ഇവിടെ വരെ എഴുതിയാലും മതി. ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് 2 സ്റ്റെപ്പില് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ചില പുസ്തകങ്ങളിൽ ഇങ്ങനെയായിരിക്കും കാണാം, ചിലതിൽ ഇങ്ങനെയായിരിക്കും. രണ്ടും കറക്റ്റ് ആണ്. ഇവിടെ വരെ എഴുതിയാലും മതി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എഴുതൂ. ബോർഡിൽ ഉണ്ടാകുന്ന നോക്കി എഴുതിക്കോളൂ. We know that mxt എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? തീറ്റ ബൈ തീറ്റ മൈനസ് ടി എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു 1 മൈനസ് ടി ബൈ തീറ്റ റേസ് ടു മൈനസ് 1 എന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം, 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1. ഇനി മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് മൊമെന്റ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക? നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിച്ചിരുന്നു. How we can find moments using moment generating function. Moment generating function എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് അതിന് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പേര് വന്നത്. ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യാം? പറയൂ. അർച്ചന ഉണ്ട്, അർച്ചന. അർച്ചന പറയൂ അർച്ചന, എങ്ങനെ നമുക്ക് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക? സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും പാടില്ല, എളുപ്പമാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എം എക്സ് ടിനെ ഒരു പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടിക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് മൊമെന്റ് കിട്ടും. ദെൻ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എഗെയിൻ ടിക്ക് 0 ഇട്ട് കൊടുത്താൽ മ്യൂ ടു ഡാഷ് കിട്ടും. സെക്കൻഡ് റോ മൊമെന്റ് കിട്ടും. എഗെയിൻ നമുക്ക് എത്ര റോ മൊമെന്റ്സ് ആവശ്യമുണ്ടോ അത്രയും പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0 ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് റോ മൊമെന്റ്സ് കിട്ടും. അല്ലെങ്കിൽ ഈ 1 മൈനസ് ടി ബൈ തീറ്റ റേസ് ടു മൈനസ് 1 നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. അതിന് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? 1 പ്ലസ്
എന്താ വരിക? 1 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 1. 1 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 1 എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഇടുന്നേയുള്ളൂ. ഇതിലേ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ടി ബൈ തീറ്റ വന്നിരിക്കണേ ഉള്ളൂ. 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? ടി ബൈ തീറ്റ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ടി ബൈ തീറ്റ പ്ലസ് ടി ബൈ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. എന്നിട്ട് ഇതില് ആർത്ത് ടേം എഴുതുക. ആർത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താ വരിക? പ്ലസ് ടി ബൈ തീറ്റ ഹോൾ റൈസ് ടു ആർ പ്ലസ് എക്സെട്ര. അങ്ങനെയല്ലേ പോവാ? ഇത് ആർ പ്ലസ് 1th ടേം ആണ്. കാരണം ഫസ്റ്റ് ടേം 1 അല്ലേ, സെക്കൻഡ് ടേം ടി ബൈ തീറ്റ. ഇത് ആർ പ്ലസ് 1th ടേം ആണ്. നമുക്ക് ഓൾറെഡി അറിയാം മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ അല്ലേ? മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു, മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് റൈസ് ടു ആർ which is equal to coefficient of t raised to r by r factorial. അതെന്താ വരിക? ഇവിടെ നമുക്ക് r ഫാക്ടോറിയൽ ഇല്ല അല്ലേ? r ഫാക്ടോറിയൽ ഉണ്ടോ? t ബൈ തീറ്റ ഹോൾ റൈസ് ടു r ഉള്ളൂ. അതായത് t റൈസ് ടു r ബൈ തീറ്റ റൈസ് ടു r. ഒരു r ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഈ ഒരു ടേമിൽ മാത്രം. അപ്പൊ നമുക്ക് എന്ത് വരും? ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിനെ നമ്മൾ ഒരുമിച്ച് എഴുതി. ബാക്കി എന്ത് വന്നു? ആർ ഫാക്ടോറിയൽ ബൈ തീറ്റ റേസ് ടു ആർ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തെന്നാ കിട്ടുക? ആർ ഫാക്ടോറിയൽ ബൈ തീറ്റ റേസ് ടു ആർ. മനസ്സിലായ? എഴുതും, ഞാൻ പറഞ്ഞുതരാം. താഴെ മൊമെന്റ്സ്, അടുത്ത പ്രോപ്പർട്ടി moments. We know that mu r dash equal to coefficient of t raised to r by r factorial in coefficient of t raised to r by r factorial in the expansion of mxt. Here mxt is equal to mx of t equal to 1 minus t by theta whole raised to minus 1. ബോർഡിൽ ഉണ്ട് കേട്ടോ. 1 minus t by theta whole raised to minus 1. Equal to 1 plus t by theta the whole square plus etc. plus t by theta whole raised to r plus etc. 1 plus t by theta plus t by theta the whole square plus etc. plus t by theta the whole raised to r plus etc. equal to 1 plus t by theta plus t by theta the whole square plus etc. plus t by theta t raised to r by theta raised to r നാക്കി. ഈ ടേമിൽ മാത്രം ഒരു r ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. മനസ്സിലായി? ആ ടേമിൽ മാത്രം നമ്മൾ ഒരു r ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഈ ടേമിന്റെ അവിടെ മാത്രം. ഈക്വൽ ടു 1 plus t by theta plus t by theta the whole square plus etc. plus r factorial by theta raised to r into t raised to r by r factorial plus etc. ധാരാണ് കേട്ടോ, ധാരാണേ.
r factorial by theta raised to r into t raised to r by r factorial plus etc. Therefore, mu r dash equal to coefficient of t raised to r by r factorial. Mu r dash equal to coefficient of t raised to r by r factorial in mxt. Therefore, mu r dash equal to coefficient of t raised to r by r factorial in mxt equal to mu r dash equal to coefficient of t raised to r by r factorial in mxt equal to എന്താണ് coefficient of t raised to r by r factorial വരിക r factorial by theta raised to r where r is equal to 1 2 etc. അപ്പോൾ mu r dash എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി r factorial by theta raised to r for r equal to 1 2 etc. r equal to 1 implies mu 1 dash equal to 1 factorial by theta raised to 1 equal to 1 by theta. That is the e of x. That is mean equal to e of x is equal to 1 by theta. Idea. Idea. R equal to 2 implies mu 2 dash equal to 2 factorial by theta square. 2 factorial is 2 by theta square. Variance of x equal to Therefore, variance equal to mu 2 dash minus mu 1 dash the whole square equal to mu 2 dash is 2 by theta square, mu 1 dash is 1 by theta the whole square. That is 2 by theta square minus 1 by theta square is equal to 1 by theta square. Hence, mean equal to 1 by theta and variance equal to 1 by theta square. Implies variance is greater than mean. Variance is greater than mean if 0 less than theta less than 1 and variance equal to mean if theta equal to 1 . Also, variance less than mean. Variance is less than mean if theta greater than 1. Hence, for the exponential distribution, variance greater than, equal to, less than, or less than, variance greater than, comma, equal to, or less than, mean for different values of the parameter. For different values of the parameter. അതായത്
in general തീറ്റയുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0. അതിൽ തന്നെ തീറ്റ 0യുടെയും 1ന്റെയും ഇടയിലാവുമ്പോ വേരിയൻസ് ആയിരിക്കും മീനിനെക്കാട്ടിലും വലുത്. കാരണം 0യുടെയും 1ന്റെയും ഇടയിൽ വരുന്നതെല്ലാം ഡെസിമൽ പോയിന്റ്സ് ആയിരിക്കും, 0 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ വേരിയൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മീൻ. തീറ്റയുടെ വാല്യൂ ഈക്വൽ ടു 1 ആവുമ്പോ തീറ്റ 1 ആവുമ്പോ എന്തായി? മീനും വേരിയൻസും 1 ആയി, ഈക്വൽ ആയി. If theta is greater than 1, then variance is less than mean. That is, variance എന്ന് പറയുന്നത് greater than or equal or less than എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? തീറ്റയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. തീറ്റയുടെ വാല്യൂവിനനുസരിച്ചാണ് വേരിയൻസ്. ഗ്രേറ്റർ ദാൻ മീൻ ആണോ, ഈക്വൽ ടു മീൻ ആണോ, ലെസ് ദാൻ മീൻ ആണോ എന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനിയിപ്പോ മ്യൂ ആർ ഡാഷിന് ആർ ഈക്വൽ ടു 3 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് മ്യൂ 3 ഡാഷ് കണ്ടുപിടിക്കാം, 4 ഇട്ട് കൊടുത്താൽ മ്യൂ 4 ഡാഷ് കണ്ടുപിടിക്കാം. അങ്ങനെ ഏത് ഹയർ ഓർഡർ മൊമെന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ മീനും വേരിയൻസും ആവശ്യമുള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ അടുത്തൊരു ക്ലിയർ എഴുതാം. ക്ലിയറോ? If x1, x2, etc. xn are if x1, x2, etc. xn are independent random variables, if x1, x2, etc. xn are independent random variables, x1, x2, etc. xn are independent random variables, comma, xi having an exponential distribution, comma, xi having an exponential distribution with parameter theta I, where I is equal to 1 to etc. up to n, xi having an exponential distribution with parameter theta I equal to 1 to x up to n, then z equal to minimum of x1, comma, x2, etc. xn, then z equal to minimum of x1, x2, etc. xn has exponential distribution with parameter summation I equal to 1 to n theta I, with parameter summation I equal to 1 to n theta I, summation I equal to 1 to n theta I. എന്താ ചെയ്യാൻ പറയുന്നത്? x1, x2, etc. xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. Where each random variable xi having an exponential distribution with parameter theta I. അതായത് x1 ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ വിത്ത് പാരാമീറ്റർ θ1 ആണ്, x2 ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ വിത്ത് പാരാമീറ്റർ θ2 ആണ്, എക്സെട്ര xn ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ വിത്ത് പാരാമീറ്റർ θn ആണ്. അപ്പൊ ഇൻ ജനറൽ നമ്മൾ പറയും xi is a exponential random variable with parameter theta I for I equal to 1 to n. Then we need to prove z equal to minimum of x1, x2, etc. xn. ഈ minimum of x1, x2, etc. xn നെ നമ്മള് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയാം. ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇത്ര അറിഞ്ഞാൽ മതി. മിനിമം ഓഫ് x1, x2, etc. xn എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ തന്നെയാണ്. അതിൽ നമ്മൾ z ആയിട്ട് ഡിനോട്ട് ചെയ്തു. ആ റാൻഡം വേരിയബിളിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യൽ ആയിരിക്കും വിത്ത് പാരാമീറ്റർ സമ്മേഷൻ I equal to 1 to n theta I എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, പ്രൂഫ് എഴുതിക്കോളൂ. പ്രൂഫ് നമുക്ക് ഒപ്പം എഴുതാം. ഞാൻ പറയാം, അതിന്റെ ഒപ്പം നിങ്ങൾ എഴുതും കൂടി ചെയ്തോളൂ. നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണും, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതെന്ന് പിന്നെ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ നമ്മള് എഴുതാ ലെറ്റ് g of z, ഇസഡിന്റെ ഏതുകൊണ്ടാണ് g of z എന്ന് കൊടുത്തത്. സാധാരണ നമ്മൾ ക്യാപിറ്റൽ f of x എന്നാണ് ഡിനോട്ട് ചെയ്യുക.
എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്. ഇപ്പൊ നമ്മുടെ ഇസെറ്റ് എന്നുള്ള റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ എഫിന് പകരം ജി എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു എന്ന് മാത്രം. ജി ഓഫ് ഇസെറ്റ്, let g of z denote let g of z denote the distribution function. Let g of z denote the distribution function of the random variable z. G of z denote the distribution function of the random variable z. Then g of z equal to probability that capital S less than or equal to small z. We can write it as 1 minus probability of z greater than small z. അല്ലേ? പ്രോബിലിറ്റി ദാറ്റ് ഇസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസെറ്റിന് ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് ഇസെറ്റ് ക്യാപിറ്റൽ ഇസെറ്റ് സ്മോൾ ഇസെറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാനുള്ള പ്രോബിലിറ്റി സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി കിട്ടുന്നതായിരിക്കും ക്യാപിറ്റൽ ഇസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ ഇസെറ്റിന്റെ പ്രോബിലിറ്റി. നമ്മൾ അങ്ങനെ എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു 1 minus probability of capital Z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം minimum of x1, x2, etc. xn which is greater than z. Capital Z ന് പകരം നമ്മൾ അതിന്റെ മിനിമം ഓഫ് x1, x2, etc. xn നെയാണ് നമ്മൾ z ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് xi greater than z for I equal to 1 to etc. to n. This is equal to 1 minus equal to 1 minus product I is equal to 1 to n probability that xi greater than z. Since x1, x2, etc. xn are independent. ഇവിടെ ശ്രദ്ധിക്കാം എന്താ നമ്മൾ എഴുതിയത്. നമ്മൾ ആദ്യം